രാജ്യത്തെ മെഡിക്കൽ സ്റ്റോറുകൾ വഴി നടക്കുന്ന മരുന്ന് വിൽപ്പനയിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ്. ഇതിന്റെ ഭാഗമായി എല്ലാ ഫാർമസികളും CCTV ക്യാമറകൾ സ്ഥാപിക്കുന്നത് നിർബന്ധമാക്കാൻ ഡ്രഗ് കമ്മിറ്റിയുടെ നിർദ്ദേശം വന്നിട്ടുണ്ട്. ഓരോ മരുന്ന് ഇടപാടും വ്യക്തമായി പരിശോധിക്കാവുന്ന തരത്തിൽ ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് സമിതി വ്യക്തമാക്കി. നിലവിലുള്ള ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് നിയമങ്ങളിൽ ആവശ്യമായ ഭേദഗതി വരുത്തിയാകും പുതിയ നിയമം നടപ്പിലാക്കുക. അടിയന്തരമായ മരുന്ന് വിൽപ്പന തടയുന്നതിനും ലഹരി മരുന്നായി ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുള്ള മരുന്നുകളുടെ വിതരണം നിരീക്ഷിക്കുന്നതിനുമാണ് ഈ നീക്കം. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ അനിശ്ചിതത്വം സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ ബാങ്കിംഗ് മേഖലയിൽ നിർണായകമായ പരിഷ്കാരങ്ങളുമായി എത്തിയിരിക്കുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഏപ്രിൽ 8 പുറത്തിറങ്ങിയ പുതിയ നിർദ്ദേശങ്ങൾ പ്രകാരം ബാങ്കുകളുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാനും ബിസിനസ് നടപടികൾ കൂടുതൽ സുഗമമാക്കുവാനുമാണ് RBI ലക്ഷ്യമിടുന്നത്. ചെറുകിട വ്യവസായ മേഖലയിലേക്ക് വലിയ ആശ്വാസം നൽകുന്ന പ്രഖ്യാപനങ്ങളും പുതിയ പരിഷ്കാരത്തിലുണ്ട്. ബാങ്കുകളുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി വായ്പ നൽകുന്നതിലുണ്ടായിരുന്ന കടുപ്പമേറിയ നിബന്ധനകൾ RBI നീക്കം ചെയ്തു. ഇത് ചെറുകിട ബിസിനസ്സുകാർക്ക് ഔദ്യോഗിക വായ്പ മാർഗത്തിലേക്ക് വേഗത്തിൽ പ്രവേശനം നൽകാനും തൊഴിലവസരങ്ങൾ വർദ്ധിക്കാനും സഹായിക്കും. അടുത്ത അറിയിപ്പ്, രാജ്യത്തെ ദേശീയ പാതകളിലെ ടോൾ പ്ലാസയിൽ നാളെ മുതൽ പണമിടപാടുകൾ പൂർണ്ണമായി നിർത്തലാക്കുകയാണ്. ടോൾ ഗേറ്റുകളിലെ നീണ്ട ക്യൂ ഒഴിവാക്കുവാനും യാത്ര സുഗമമാക്കുവാനാണ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റെ ഈ സുപ്രധാന നീക്കം. ഇതോടെ ഫാസ്ടാഗ് മുഖേനയുള്ള ഡിജിറ്റൽ പേയ്മെന്റുകൾ മാത്രമാകും ടോൾ പ്ലാസയിൽ പ്രധാനമായും അനുവദിക്കുക. ഫാസ്ടാഗ് ഇല്ലാത്തവർക്കോ അല്ലെങ്കിൽ പ്രവർത്തനരഹിതമായ ടാഗ് ഉള്ളവർക്കോ നിലവിൽ ടോൾ പ്ലാസയിൽ UPI വഴി പണമടയ്ക്കാൻ സൗകര്യമുണ്ട്. എന്നാൽ പുതിയ നിയമപ്രകാരം UPI വഴി പണമടയ്ക്കുന്ന യാത്രക്കാർ നിശ്ചിത ടോൾ തുകയേക്കാൾ 25% അധിക തുക നൽകേണ്ടി വരും. അതായത് 100 രൂപ ടോൾ നൽകേണ്ട സ്ഥാനത്ത് UPI വഴി പണമടയ്ക്കുമ്പോൾ 125 രൂപ നൽകണം. ഏപ്രിൽ 10 മുതൽ ടോൾ ബൂത്തുകളിൽ ക്യാഷ് കൗണ്ടർ ഉണ്ടായിരിക്കില്ല. ഫാസ്ടാഗ് ആണ് ടോൾ നൽകാനുള്ള പ്രധാന മാർഗം. ഇതില്ലാത്തവർക്ക് പിഴയോട് മാത്രമേ യാത്ര തുടരാൻ കഴിയൂ. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ഇനി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.